ഇന്ത്യയുടെ ഹരിത ഇന്ധന രംഗത്ത് ശ്രദ്ധേയ നീക്കവുമായി 700 കോടി രൂപയുടെ വൻകിട എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കവുമായി ഗോവ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തിന്റെ ഹരിത ഊർജ മേഖലയ്ക്ക് കൂടുതൽ കരുത്തേകുന്ന സുപ്രധാന പദ്ധതി ആവിഷ്കരിക്കാനൊരുങ്ങുകയാണ് ഗോവ. ഏകദേശം 700 കോടി രൂപയുടെ നിക്ഷേപത്തിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ധാന്യാധിഷ്ഠിത എത്തനോൾ പ്ലാന്റുകളിലൊന്നാണ് ഗോവയിൽ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. ഊർജ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യയുടെ ബയോഫ്യൂവൽ നയത്തിന് വേഗത പകരാൻ ഉതകുന്ന പദ്ധതിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഗോവയിലെ ബിലോച്ചിം താലൂക്കിലെ നവേലിമിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ ബയോ എനർജി എഞ്ചിനീയറിംഗ് സ്ഥാപനമായ പ്രാജ് ഇൻഡസ്ട്രീസിന്റെ സാങ്കേതിക സഹകരണത്തോടെ സെൻട്രിയൽ ബയോഫ്യൂവൽസ് ലിമിറ്റഡ് ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ ഉൽപാദന രീതികളും സംയോജിപ്പിച്ചാണ് ഈ പ്ലാന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രതിദിനം 300 കിലോ ലിറ്റർ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള പ്ലാന്റാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. പിന്നീട് രണ്ടാം ഘട്ട വികസനത്തിലൂടെ ഉൽപാദനശേഷി ഇരട്ടിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ധാന്യങ്ങളെ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ എത്തനോൾ ബ്ലെൻഡിംഗ് പദ്ധതിക്ക് വലിയ പിന്തുണയേകുമെന്നത് തീർച്ചയാണ്. പെട്രോളിൽ എത്തനോൾ കലർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം രാജ്യത്തിന്റെ ഇന്ധന ഇറക്കുമതി കുറയ്ക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രധാന പദ്ധതികളിലൊന്നാണ്. ഈ പശ്ചാത്തലത്തിൽ ഗോവയിലെ പുതിയ പ്ലാന്റ് ഹരിത ഊർജ മേഖലയിലെ നിർണായക നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നു. രാജ്യത്തിന്റെ ഊർജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നാണയ ചെലവും കുറയ്ക്കാൻ ഇത്തരം പദ്ധതികൾ സഹായിക്കും. പദ്ധതി വ്യവസായ വളർച്ചയ്ക്ക് മാത്രമല്ല, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകും. നിർമ്മാണ ഘട്ടത്തിലും പ്രവർത്തന ഘട്ടത്തിലും നൂറുകണക്കിന് നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. പ്രാദേശിക കർഷകരിൽ നിന്ന് ധാന്യങ്ങൾ നേരിട്ട് സംഭരിക്കുന്നതിനുള്ള സംവിധാനവും ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കും. ഇതിലൂടെ കർഷകർക്ക് സ്ഥിരമായ വിപണിയും മെച്ചപ്പെട്ട വരുമാനവും ഉറപ്പാക്കാനാകും. ഉൽപാദന പ്രക്രിയയിൽ നിന്നുള്ള ഉപോൽപ്പന്നങ്ങൾ പാഴാക്കാതെ മൃഗങ്ങൾക്ക് തീറ്റയായി ഉപയോഗിക്കാനാകുന്ന സീറോ വേസ്റ്റ് മാതൃകയും ഗോവയിലെ ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. അതുവഴി പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം വിഭവങ്ങളുടെ പരമാവധി പ്രയോജനപ്പെടുത്തലും ഉറപ്പാക്കാനാകുന്നു. ഇക്കാര്യങ്ങളാൽ സുസ്ഥിര വ്യവസായ വികസനത്തിന്റെ മാതൃകയാക്കാൻ കഴിയുന്ന പദ്ധതിയായാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ബയോഫ്യൂവൽ സാങ്കേതിക വിദ്യ, പ്രോസസ് എഞ്ചിനീയറിംഗ്, സുസ്ഥിര വ്യവസായ പരിഹാരങ്ങൾ എന്നീ മേഖലകളിൽ പ്രാജ് ഇൻഡസ്ട്രീസിന്റെ ആഗോള വൈദഗ്ധ്യവും സെൻട്രിയൽ ബയോഫ്യൂവൽസിന്റെ നിക്ഷേപ പദ്ധതിയും ഒരുമിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ബയോ ഇന്ധന മേഖലയ്ക്ക് പുതിയ സാധ്യതകളാണ് തുറക്കപ്പെടുന്നത്. രാജ്യത്ത് പുനരുപയോഗ ഊർജ പദ്ധതികൾക്ക് കൂടുതൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനും ഈ സംരംഭം വഴിയൊരുക്കും. ഹരിത ഊർജം, പരിസ്ഥിതി സംരക്ഷണം, കർഷകക്ഷേമം, തൊഴിലവസരങ്ങൾ, വ്യവസായ വികസനം എന്നിവയെല്ലാം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള പദ്ധതിയായാണ് ഗോവയിലെ 700 കോടി രൂപയുടെ എത്തനോൾ പ്ലാന്റ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ ശുദ്ധ ഊർജ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുമെന്ന പ്രതീക്ഷയാണ് അതിനാൽ തന്നെ ഉയരുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.